ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണ അർപ്പണമസ്തു. അധ്യായം 11 വിശ്വരൂപം. ശ്ലോകം 35. സഞ്ജയ ഉവാച ഏതച്ഛ്രുത്വാ വചനം കേശവസ്യ കൃതാഞ്ജലിർ വേപമാനഃ കിരീതി നമസ്കൃത്വാ ഭൂയ ഏവാഹ കൃഷ്ണം സഗദ്ഗതം ഭീത പ്രണമ്യ. വിവർത്തനം. സഞ്ജയൻ ധൃതരാഷ്ട്രനോട് പറഞ്ഞു, രാജാവേ, ഭഗവാന്റെ ഈ വാക്കുകൾ കേട്ടിട്ട് അർജുനൻ വിറപൂണ്ട് വീണ്ടും വീണ്ടും കൈകൂപ്പി ഭയത്തോടെ ഇടറുന്ന സ്വരത്തിൽ പറഞ്ഞു. ഭാവാർത്ഥം. മുമ്പ് പറഞ്ഞതുപോലെ കൃഷ്ണന്റെ വിശ്വരൂപം ദർശിച്ചതുകൊണ്ട് അർജുനൻ അത്ഭുതാക്രാന്തനായിപ്പോയി. വീണ്ടും വീണ്ടും ആദരപൂർവം കൃഷ്ണനെ കൈകൂപ്പി വന്ദിച്ചു. ഇടറുന്ന സ്വരത്തിൽ പ്രാർത്ഥിച്ചു. സ്നേഹിതന്റെ നിലയിലല്ല, അമ്പരപ്പാർന്ന ഭക്തന്റെ നിലയിലായിരുന്നു അപ്പോഴദ്ദേഹം. ശ്ലോകം 36. അർജുന ഉവാച സ്ഥാനേ ഹൃഷീകേശ തവ പ്രകീർത്യാ ജഗത് പ്രഹൃഷ്യത്യനുരജ്യതേ ച രക്ഷാംസി ഭീതാനി ദിശോ ദ്രവന്തി സർവേ നമസ്യന്തി ച സിദ്ധസംഗാഃ. വിവർത്തനം. അർജുനൻ പറഞ്ഞു, ഹൃഷികേശ, ഇന്ദ്രിയങ്ങളുടെ നാഥ, അങ്ങയുടെ തിരുനാമ കീർത്തനത്താൽ ലോകം ആനന്ദഭരിതമായിത്തീരുന്നു. അങ്ങയിൽ അനുരക്തമാവുന്നു. സിദ്ധി നേടിയവർ അങ്ങയെ പ്രണമിക്കുന്നുവെങ്കിലും അസുരഗണങ്ങൾ ഭയപ്പെട്ട് അങ്ങുമിങ്ങും പായുകയാണ്. ഇത് ഉചിതം തന്നെ. ഭാവാർത്ഥം. കുരുക്ഷേത്രത്തിലെ യുദ്ധത്തിൻ്റെ ഫലമെന്തെന്ന് കൃഷ്ണനിൽ നിന്ന് അറിഞ്ഞ അർജുനന് ബോധോദയമുണ്ടായി. ഭഗവൻ മതമനുസരിച്ച് നടന്നതെല്ലാം തികച്ചും ഉചിതമെന്ന് കൃഷ്ണന്റെ ഉറ്റ സുഹൃത്തും ഭക്തനുമെന്ന നിലയിൽ അദ്ദേഹം പറഞ്ഞു. കൃഷ്ണൻ സ്വഭക്തന്മാരുടെ സംരക്ഷകനുമാണെന്ന് അർജുനന് മനസ്സിലായി. ഭഗവാൻ എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്. കുരുക്ഷേത്ര യുദ്ധം നടന്നുകൊണ്ടിരിക്കെ അസംഖ്യം ദേവന്മാരും സിദ്ധന്മാരും ഉപരിലോകവാസികളായ മറ്റു മനീഷികളും ബാഹ്യാന്തരീക്ഷത്തിൽ നിന്നുകൊണ്ട് കൃഷ്ണന്റെ സാന്നിധ്യത്തിൽ നടക്കുന്ന ആ യുദ്ധത്തെ നിരീക്ഷിക്കുന്നുണ്ടെന്നും അദ്ദേഹം അറിഞ്ഞു. അർജുനൻ കൃഷ്ണന്റെ വിശ്വരൂപം കണ്ടപ്പോൾ ദേവന്മാർ സന്തുഷ്ടരായി. അസുരന്മാർക്കും നാസ്തികർക്കുമാകട്ടെ അദ്ദേഹം ഭഗവാനെ വാഴ്ത്തുന്നത് സഹിക്കാൻ കഴിഞ്ഞില്ല. പരമദിവ്യോത്തമ പുരുഷന്റെ സർവ സംഹാരകാരിയായ ആ രൂപം കണ്ട് ഭയപ്പെട്ട് അവരെല്ലാം ഓടിപ്പോയി. ഇങ്ങനെ രണ്ടു കൂട്ടരിലും വ്യത്യസ്ത പ്രതികരണങ്ങളുണ്ടാക്കിയ കൃഷ്ണനെ അർജുനൻ വാഴ്ത്തുകയാണ്. പ്രവർത്തനം ഏതുവിധമായാലും ഒരു ഭക്തൻ എപ്പോഴും ഭഗവാനെ സ്തുതിക്കുന്നു. കാരണം പരമപുരുഷൻ ചെയ്യുന്നതെല്ലാം ഏവർക്കും ഗുണകരമായിരിക്കുമെന്ന് അയാൾക്കറിയാം. ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണ അർപ്പണമസ്തു.